മരുഭൂമിയിലെ മണൽക്കാറ്റുകൾ പോലും ഒരു മഹാനായ മനുഷ്യന്റെ വരവ് കാത്തിരുന്ന കാലം. അന്ധകാരത്തിൽ മുങ്ങിയ ലോകത്തിന് കരുണയുടെ വെളിച്ചമായി ഉദിച്ചൊരു നാമം. ഹൃദയങ്ങളെ സ്നേഹിക്കാൻ പഠിപ്പിച്ച മനുഷ്യൻ, ശത്രുക്കളോട് പോലും ക്ഷമിച്ച മനുഷ്യൻ. കാലങ്ങൾ കഴിഞ്ഞിട്ടും കോടിക്കണക്കിന് ഹൃദയങ്ങളിൽ ജീവിക്കുന്ന മഹാനായ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. 1400 വർഷങ്ങൾക്ക് മുമ്പ് അറേബ്യ എന്ന മരുഭൂമിയിൽ മനുഷ്യർ അന്ധകാരത്തിലായിരുന്നു. അവിടെ അനീതിയും വിഗ്രഹാരാധനയും സ്ത്രീകളോടുള്ള ക്രൂരതയും നിറഞ്ഞിരുന്നു. ആ ഇരുട്ടിലേക്ക് അള്ളാഹു ഒരു പ്രകാശമായി അയച്ച മനുഷ്യനായിരുന്നു പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മക്കയിലെ ഖുറൈശ് ഗോത്രത്തിൽ ക്രിസ്തുവിന് ശേഷം 570 വർഷത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത്. ജനിക്കുന്നതിന് മുമ്പ് തന്നെ പിതാവായ അബ്ദുല്ലാഹ് മരണപ്പെട്ടു. 6-ാം വയസ്സിൽ മാതാവ് ആമിനയെയും നഷ്ടപ്പെട്ടു. അങ്ങനെ വളരെ ചെറുപ്പത്തിൽ തന്നെ അനാഥനായി വളർന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ സത്യസന്ധതയും നല്ല സ്വഭാവവും കാരണം ജനങ്ങൾ അദ്ദേഹത്തെ അൽ അമീൻ, വിശ്വസ്തൻ എന്ന് വിളിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളർന്നപ്പോൾ വ്യാപാരത്തിലേർപ്പെട്ടു. അദ്ദേഹത്തിന്റെ സത്യസന്ധത കേട്ട് ധനികയായ ഖദീജ റളിയല്ലാഹു അൻഹ അദ്ദേഹത്തെ വിവാഹം ചെയ്തു. അവരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആദ്യ ഭാര്യ. 40-ാം വയസ്സിൽ ഹിറാ ഗുഹയിൽ ധ്യാനത്തിലിരിക്കുമ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം വഴി ആദ്യ വഹി ലഭിച്ചു. ഇഖ്റ, വായിക്കുക, അതാണ് ഇസ്ലാമിന്റെ തുടക്കം. അള്ളാഹുവിനെ മാത്രം ആരാധിക്കണമെന്നും മനുഷ്യരെ സ്നേഹിക്കണമെന്നും അനീതിയെ ഉപേക്ഷിക്കണമെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങളോട് വിളിച്ചു പറഞ്ഞു. പക്ഷേ മക്കയിലെ പലരും അദ്ദേഹത്തെ എതിർത്തു. അദ്ദേഹത്തെ പരിഹസിച്ചു, കല്ലെറിഞ്ഞു, പീഡിപ്പിച്ചു. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും പ്രതികാരം ചെയ്തില്ല. അദ്ദേഹം ക്ഷമയോടെ നിന്നു. ശേഷം അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് ഹിജ്റ പോയി. അവിടെ ഇസ്ലാം ശക്തമായി വളർന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യർക്ക് പഠിപ്പിച്ചത് സ്നേഹവും കരുണയും സമാധാനവുമായിരുന്നു. ഒരു ദിവസം ഒരു സ്ത്രീ പ്രതിദിനം നബിയുടെ വഴിയിൽ മാലിന്യം എറിഞ്ഞിരുന്നു. ഒരു ദിവസം അവളെ കാണാതായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവളുടെ വീട്ടിൽ പോയി രോഗാവസ്ഥ അന്വേഷിച്ചു. ആ സ്ത്രീ അത്ഭുതപ്പെട്ടു. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കരുണ. അദ്ദേഹം പറഞ്ഞു, നിങ്ങളിൽ ഏറ്റവും നല്ലവർ മറ്റുള്ളവരോട് നല്ല പെരുമാറ്റമുള്ളവരാണ്. അവസാന ഹജ്ജിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യർക്കു നൽകിയ സന്ദേശം ഇന്നും ലോകമോർക്കുന്നു. ഒരു അറബിക്കു അനറബിയേക്കാൾ മഹത്വമില്ല. ഒരു വെളുത്തവന് കറുത്തവനേക്കാൾ മഹത്വമില്ല. ഭക്തിയാൽ മാത്രമാണ് മഹത്വം. 63-ാം വയസ്സിൽ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തോട് വിട പറഞ്ഞു. എന്നാൽ അദ്ദേഹത്തിന്റെ സന്ദേശം ഇന്നും കോടിക്കണക്കിന് ഹൃദയങ്ങളിൽ ജീവിക്കുന്നു. കരുണയുടെ പ്രതീകം, സത്യത്തിന്റെ വഴി, ലോകത്തിന് അനുഗ്രഹമായി വന്ന മനുഷ്യൻ, അതാണ് പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി വസല്ലിം അലാ നബീന മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി. ഞങ്ങൾക്ക് മുഅ്മിനീങ്ങളായി ജീവിക്കാൻ തൗഫീക്ക് നൽകണേ നാഥ. അല്ലാഹുമ്മ സല്ലി വസല്ലിം അലാ നബീന മുഹമ്മദ്. അല്ലാഹുമ്മ ഹ്ദിന സിറാത്തൽ മുസ്തഖീം. അല്ലാഹുമ്മ അർസുഖ്നൽ ഫിർദൗസൽ അഅല. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിച്ച് സബ്സ്ക്രൈബ് ചെയ്യണേ.